നമസ്കാരം. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ മലയാളികൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കൂടുതലും ഇടിയപ്പം, അപ്പം, പുട്ട് ഒക്കെ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ്. അതുപോലെ അരിപ്പത്തിരി, ചപ്പാത്തി, പൂരി ഇതൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ചില സമയത്ത് ഈ സമയത്തിൻ്റെ പ്രശ്നം വരും. നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കേണ്ട അവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള അരിപ്പ ഉപയോഗിച്ചാണ് നമ്മൾ എന്തായാലും അരിച്ചെടുക്കണമല്ലോ. അപ്പോൾ അരിച്ചെടുക്കുന്നതിന് ആ സമയത്തിൻ്റെ ഒരു പ്രശ്നം വരും ചിലർക്കൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് നിങ്ങളിൽ നിന്ന് പരിചയപ്പെടും. ഞങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് അത് വളരെ നല്ലൊരു റിസൾട്ടാണ് നൽകിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്കും കൂടെ അത് നിങ്ങളുടെ മുമ്പിലും കൂടെ നിങ്ങൾ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയലാഭമാണ്, പിന്നെ വളരെ നീറ്റായിട്ട് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. അതും വേറൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പലർക്കും ഇത് അറിയാവുന്നതായിരിക്കും, ചിലരുടെ കയ്യിൽ കാണും, ചിലരുടെ കയ്യിൽ ചിലപ്പോൾ കാണുന്നത്. എന്നാലും പുതിയൊരു സംഭവം എന്നുള്ള രീതിക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ ഇതാണ് ആ സാധനം. ഫ്ലോർ സിഫ്റ്റർ എന്നാണ് ഇതിപ്പോൾ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ആ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെയാണെന്ന് ഉപയോഗിക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാവുന്ന മെത്തേഡാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെത്തേഡ്, സിമ്പിൾ മെത്തേഡാണ്, കണ്ടല്ലോ. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമുക്ക് അരിപ്പ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിപ്പോൾ ഇതിൽ 3 വലിപ്പത്തിലുള്ള അരിപ്പകൾ നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും. നമുക്കിത് ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ് കൈകാര്യം. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഇത് അതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ള വശമുണ്ട്. അതുകൂടാതെ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ആ ഹോൾ ഇവിടെ ഉണ്ട്. അതിലേക്ക് നമ്മൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി, ലോക്കായി കഴിയും. ഇനി അത് നമുക്ക് വരില്ല. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് മാവിടുന്നു. മാവിട്ടതിന് ശേഷം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കൈ കറക്കിയാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കതിന് വേണ്ടി കുറച്ച് മാവ് ഇതിനകത്തിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മാവ് പൊട്ടിച്ച് ഇതിലേക്ക് ഇടാം. വേറൊരു പാത്രത്തിൽ വെച്ച് നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ച് മാവ് നമ്മൾ ഇതിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മളിത് അരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പം സാധാരണ അരിപ്പയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതിന് പ്രത്യേകമായിട്ടൊരു പാത്രം നേരത്തെ തയ്യാറാക്കി വെക്കണം. അതുമാത്രമല്ല, അങ്ങനെ തയ്യാറാക്കി വെച്ചാലും കുറച്ചൊക്കെ മാവ് എന്തായാലും താഴേക്ക് പോകും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവമേ സംഭവിക്കുന്നില്ല. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ ഈ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ കഴിയുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. കാരണം ഒരു പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുന്ന ഒരു അവസരം, ധൃതി വെച്ച് ജോലിക്കൊക്കെ പോകുന്ന അവസരത്തിൽ ഇങ്ങനെ മാവൊക്കെ നമ്മൾ ആക്കിക്കൊണ്ടിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം.